വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഡെസേർട്ടാണ് ഇന്ന് കാണിക്കുന്നത്, ബനോഫി പൈ. ബനാനയും ടോഫിയും വിപ്പിംഗ് ക്രീമുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബനോഫി പൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നല്ല പഴുത്ത ഒരു ഫിലിപ്പിനോ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം എടുത്താൽ മതി. വാനില എസൻസ്, സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്, പിന്നെ അൺസാൾട്ടഡ് ബട്ടർ, ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, ഇതിന് പകരം ഗ്രഹം ക്രേക്കേഴ്സ് എടുക്കാം. വിപ്പിംഗ് ക്രീം, ഇത് ഓൾറെഡി ഷുഗർ ആഡ് ചെയ്ത് വരുന്ന വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ കണ്ടൻസ് മിൽക്ക് കൊണ്ടൊരു കാരമൽ ടോഫി തയ്യാറാക്കി വെക്കണം. അതിനുവേണ്ടി ഈ ടിന്നിൻ്റെ മേലുള്ള പേപ്പറൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഇത് ഡയറക്റ്റ് പ്രഷർ കുക്കറിലേക്ക് വെച്ച് അത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ച് വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ നന്നായി വേവിച്ചെടുക്കാം. സ്റ്റീം മുഴുവനായി പോയതിന് ശേഷം ടോഫി എടുത്ത് പുറത്തേക്ക് വെക്കാം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ടോഫി തയ്യാറാക്കിയതിന് ശേഷം ഒരിക്കലും നമ്മളിത് ചൂടോടെ ഓപ്പൺ ആക്കരുത്. നല്ല പ്രഷറിൽ കിടക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിന്ന് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. ഇതേ രീതിയിൽ തന്നെ സോസ് പാനിലും ചെയ്യാം. ഈ ടിൻ നന്നായി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-2.5 മണിക്കൂർ വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിലാവുമ്പോൾ ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ടോഫി റെഡിയായി കിട്ടും. പാൻ തുറന്ന് വെച്ച് വേണം ടോഫി ഉണ്ടാക്കിയെടുക്കാൻ. ഈ കുക്കിംഗ് പ്രോസസ്സ് കഴിയുന്നവരെ ഈ ക്യാനിൻ്റെ മേലെ തന്നെ വെള്ളം ഉണ്ടായിരിക്കണം. ഇനി വെള്ളം വറ്റാൻ തുടങ്ങിയാലും അതിനനുസരിച്ച് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ചൂട് കംപ്ലീറ്റ് ആയി പോയതിന് ശേഷം മാത്രമേ ക്യാൻ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി ബനോഫി പൈ ഒന്ന് സെറ്റ് ചെയ്യാം. 300 ഗ്രാം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ഈ ബിസ്ക്കറ്റ് ക്രംസ് ഒരു ബൗളിലേക്ക് ഇട്ട് ഇതിലേക്ക് 1/2 കപ്പ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ബിസ്ക്കറ്റ് ക്രംസ് ഒരു പൈ പാനിലേക്കോ അല്ലെങ്കിൽ ഒരു ടാർട്ടിനിലേക്കോ ഇട്ട് പാത്രത്തിൻ്റെ എല്ലാ സൈഡിലേക്കും എത്തുന്ന പോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. ഇതുപോലെ ടിന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു പരന്ന ഗ്ലാസിൻ്റെ അടിഭാഗം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടോ എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി എടുക്കണം. ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ടോഫി ഒന്ന് തുറന്നു നോക്കാം. ഇതിപ്പോൾ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇതൊരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായി ഇളക്കിയതിന് ശേഷം ഈ ക്രസ്റ്റിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി നന്നായി പഴുത്തിട്ടുള്ള 1-2 പഴം എടുക്കാം. ഞാനിവിടെ 1 എടുത്തിട്ടുള്ളത്. ഇനി ഇത് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പഴമൊക്കെ കുറച്ച് സമയം തന്നെ വെക്കുമ്പോഴത്തേക്ക് അതിന് പെട്ടെന്ന് തന്നെ കറുപ്പ് നിറം വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരല്പം ലെമൺ ജ്യൂസ് കൂടെ ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഈ ടോഫി സോസിൻ്റെ മേലെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം വെച്ച് ഫുള്ളായി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒറ്റ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് ഒരു ലെയർ കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഇടാനായി വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി തണുത്ത 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായി നല്ല സോഫ്റ്റ് പീക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇപ്പോൾ ഇവിടെ നന്നായി വിപ്പായി വന്നിട്ടുണ്ട്. ഇനി ഈ പഴത്തിന് മേലെ കുറച്ചൊന്ന് കട്ടിയിൽ ഫുള്ളായി കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. ബനോഫി പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇനി ഇതൊന്ന് നന്നായി തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. മിനിമം ഇതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇനി 24 hours ഒക്കെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായി സെറ്റായി കിട്ടും. ഞാനിപ്പോൾ ഇത് 4 മണിക്കൂറിന് ശേഷമാണ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഈ ടിന്നിൻ്റെ ബേസ് ഒന്ന് മെല്ലെ ഒന്ന് പുഷ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ചൊരു തിക്നെസ്സിൽ വേണം ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മളിത് പാനിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോരും. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി കാരമൽ സോസ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മേലെ ഇതുപോലെ ഫുള്ളായി ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഈ ചോക്ലേറ്റ് സോസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഷേവിങ്സോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഷേവിങ്സ് ആണ് ഇടുന്നത്. ഇനി മിൽക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി.
ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ബനോഫി പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ബ്രിട്ടനിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണിത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ടെക്സ്ചറിലാണ് ഇതുള്ളത്. ഈ ക്യാരമൽ സോസും വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഷേവിങ്സും പഴമൊക്കെ ചേർന്ന് നല്ല ടേസ്റ്റിലുള്ളൊരു ഡെസേർട്ടാണിത്. ഇത് ഇതുവരെ കഴിച്ചു നോക്കാത്തവർ, ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഫ്ലേവർ ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഡിഷുമായി വീണ്ടും കാണാം.